സോ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് എന്താണ് ഓർഗൻ ഫംഗ്ഷൻ ടെസ്റ്റ് ആണ്. വാട്ട് ആർ ദ ഡിഫറെന്റ് ഓർഗൻ ഫംഗ്ഷൻ ടെസ്റ്റ്? അപ്പോൾ നമ്മൾ അതിനകത്ത് പഠിക്കാൻ പോകുന്നത് ഫംഗ്ഷൻസ് ഓഫ് കിഡ്നി, then routinely performed test to assess the function of kidney and their clinical significances, then function of liver and routinely performed test to assess the function of liver and their clinical significances, പിന്നെ ലിപിഡ് പ്രൊഫൈൽ ടെസ്റ്റ് ആൻഡ് ഇറ്റ്സ് ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ്. ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഈസ് ദി ഓർഗൻ ഫംഗ്ഷൻ ടെസ്റ്റ്. എന്താണ് ഓർഗൻ ഫംഗ്ഷൻ ടെസ്റ്റ്? സോ ഓർഗൻ ഫംഗ്ഷൻ ടെസ്റ്റ് ആർ മെഡിക്കൽ ടെസ്റ്റ് ദാറ്റ് ആർ പെർഫോംഡ് ടു അസസ് ദി ഫംഗ്ഷനിങ് ഓഫ് വേരിയസ് ഓർഗൻസ് ഇൻ ദ ബോഡി. സോ നമ്മുടെ ബോഡിയിലുള്ള ഓർഗൻസിന്റെ പെർഫോമൻസ് അല്ലെങ്കിൽ ഫംഗ്ഷനിങ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് ടെസ്റ്റുകളിനെയാണ് നമ്മൾ ഓർഗൻ ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ ഓർഗൻ ഫംഗ്ഷൻ ടെസ്റ്റ് എന്നത് മെഡിക്കൽ ടെസ്റ്റാണ്. ബോഡിയിലുള്ള ഡിഫറെൻറ്റ് ഓർഗൻസ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടെസ്റ്റുകളാണ് ഓർഗൻ ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ദീസ് ടെസ്റ്റ് ആർ യൂഷ്വലി റെക്കമെൻഡഡ് ബൈ ഡോക്ടേഴ്സ് വെൻ എ പേഷ്യന്റ് ഈസ് എക്സ്പീരിയൻസിംഗ് സിംറ്റംസ് ദാറ്റ് സജസ്റ്റ് എ പ്രോബ്ലം വിത്ത് എ പെർട്ടിക്കുലർ ഓർഗൻ ഓർ വെൻ എ പേഷ്യന്റ് ഹാസ് എ കണ്ടീഷൻ ദാറ്റ് ക്യാൻ അഫക്ട് ദി ഫംഗ്ഷനിങ് ഓഫ് ആൻ ഓർഗൻ. സോ യൂഷ്വലി ഡോക്ടേഴ്സ് ഈ ടെസ്റ്റ് എപ്പോഴാണ് റെക്കമെൻഡ് ചെയ്യുന്നത്? പേഷ്യന്റിന് എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഓർഗനിൽ പ്രോബ്ലം ഉണ്ടെന്ന് ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെയാണ് നമ്മൾ ഈ ഡോക്ടേഴ്സ് ഈ ഓർഗൻ ഫംഗ്ഷൻ ടെസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓൾറെഡി ഒരു ഡിസീസ് ഉണ്ടെങ്കിൽ അത് ഓർഗനിന്റെ ഫംഗ്ഷനിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്നോ എന്ന് മോണിറ്റർ ചെയ്യാനും നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യാറുണ്ട്. സോ നമ്മൾ പറയുകയാണെങ്കിൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെ പറയാം? ഹേർട്ട്, ലിവർ, കിഡ്നി, ലങ്സ് പോലെയുള്ള ഓർഗൻസ് കറക്റ്റായി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റുകളിനെയാണ് നമ്മൾ ഓർഗൻ ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഡിസീസ് ഡിറ്റക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യും, അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഏർലി സ്റ്റേജിൽസിൽ പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ നമ്മൾ ഓർഗൻ ഫംഗ്ഷൻ ടെസ്റ്റ് നമ്മൾ ചെയ്യും. സോ ഇതിന് എക്സാമ്പിൾസ് ഒക്കെ എന്താ? ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ്, തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ഒക്കെയാണ് ഇതിന്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. സോ ഓർഗൻ ഫംഗ്ഷൻ ടെസ്റ്റ് എന്നത് എന്താണ്? നമ്മുടെ ബോഡിയിലുള്ള ഓർഗൻസ് കറക്റ്റായി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്ന ടെസ്റ്റുകളാണ്. സോ സിംറ്റംസ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ഡിസീസ് എന്തെങ്കിലും ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് മോണിറ്റർ ചെയ്യാനും ഒക്കെ നമ്മൾ ഈ ഡിസീസ് ചൂസ് ചെയ്യും. സോ ഓർഗൻ ഫംഗ്ഷൻ ടെസ്റ്റ് ആർ മെഡിക്കൽ ടെസ്റ്റ് ദാറ്റ് ആർ പെർഫോംഡ് ടു അസസ് ദി ഫംഗ്ഷനിങ് ഓഫ് ദി വേരിയസ് ഓർഗൻസ് ഇൻ ദി ബോഡി. സോ സം ഓഫ് ദി ഓർഗൻ ഫംഗ്ഷൻ ടെസ്റ്റ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. So first is the liver function test. So these tests are used to assess the functioning of the liver and to detect liver damage or diseases. These tests measure levels of various enzymes, proteins and other substances in the blood that are produced by the liver. So liver function test or LFT എന്ന് പറയുന്നത് എന്താ? ലിവർ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടെസ്റ്റാണ് LFT ഓർ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇത് ലിവർ ഡാമേജ് ഉണ്ടോ അല്ലെങ്കിൽ ലിവർ ഡിസീസസ് ഉണ്ടോ എന്ന് ഡിറ്റക്ട് ചെയ്യാനായിട്ട് സഹായിക്കും. സോ ബ്ലഡിലെ എൻസൈംസ്, പ്രോട്ടീൻസ്, ബിലിറൂബിൻ പോലെ ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസിന്റെ ലെവലാണ് ഇവിടെ മെഷർ ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ഓർ LFT എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ദി കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ്. ദീസ് ടെസ്റ്റ് ആർ യൂസ്ഡ് ടു അസസ് ദി ഫംഗ്ഷനിങ് ഓഫ് ദ കിഡ്നീസ് ആൻഡ് ടു ഡിറ്റക്ട് ദ കിഡ്നി ഡാമേജ് ഓർ ഡിസീസ്. The test measure levels of various substances in the blood and urine that are produced or excreted by the kidneys. So kidney function test, the KFT അല്ലെങ്കിൽ RFT എന്ന് പറയും, റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറയും. സോ കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് എന്താണ്? കിഡ്നി കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ കിഡ്നി കറക്റ്റ് ആയിട്ട് അതിന്റെ ഫംഗ്ഷനായ ഫിൽട്ടർ ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ യൂസ് ചെയ്യുന്ന ടെസ്റ്റാണ് RFT ഓർ കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ കിഡ്നി ഡാമേജ് അല്ലെങ്കിൽ കിഡ്നി ഡിസീസ് ഉണ്ടെങ്കിൽ ഡിറ്റക്ട് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. സോ ബ്ലഡിലും യൂറിനിലും യൂറിയ, ക്രിയാറ്റിൻ, ഇലക്ട്രോലൈറ്റ്സ് പോലെ സബ്സ്റ്റൻസസിന്റെ ലെവൽ മെഷർ ചെയ്യുകയാണ് ഈ കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ റീനൽ ഫംഗ്ഷൻ ടെസ്റ്റിൽ ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് ദി ലങ് ഫംഗ്ഷൻ ടെസ്റ്റ് ഓർ പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറയും. ദീസ് ടെസ്റ്റ് ആർ യൂസ്ഡ് ടു അസസ് ദ ഫംഗ്ഷനിങ് ഓഫ് ദ ലങ്സ് ആൻഡ് ടു ഡിറ്റക്ട് ലങ് ഡിസീസസ് such as asthma, chronic obstructive pulmonary disease and lung cancer. The test measure how much air a person can breathe in and out, how quickly they can exhale and how well their lungs are exchanging oxygen and carbon dioxide. അതായത് ഇതെന്താണ്? ലങ്സ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടെസ്റ്റാണ് ലങ് ഫംഗ്ഷൻ ടെസ്റ്റ് ഓർ പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് എന്താണ്? ആസ്മ, COPD, ലങ് ക്യാൻസർ പോലെ ഡിസീസ് ഡിറ്റക്ട് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും.
സോ ഒരാൾ എത്ര എയർ ഇൻഹേൽ ചെയ്യാം അല്ലെങ്കിൽ എക്സേൽ ചെയ്യാം, ഓക്സിജൻ എക്സ്ചേഞ്ച് കറക്റ്റ് ആണോ എന്നൊക്കെ ഇത് മെഷർ ചെയ്യും. സോ ദാറ്റ് ഈസ് ലങ് ഫംഗ്ഷൻ ടെസ്റ്റ് ഓർ എന്താണ് പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ്. നെക്സ്റ്റ് ഈസ് ദി കാർഡിയോവാസ്കുലാർ ഫംഗ്ഷൻ ടെസ്റ്റ്. എന്താണ് കാർഡിയോവാസ്കുലാർ ഫംഗ്ഷൻ ടെസ്റ്റ്? ദീസ് ടെസ്റ്റ് ആർ യൂസ്ഡ് ടു അസസ് ദി ഫംഗ്ഷനിങ് ഓഫ് ദി ഹാർട്ട് ആൻഡ് ബ്ലഡ് വെസൽസ് ആൻഡ് ടു ഡിറ്റക്ട് cardiovascular disease. The tests include electrocardiograms, that is ECGs, stress tests and imaging tests such as echocardiograms and angiograms. So എന്താണ് നമ്മുടെ ഹേർട്ടും ബ്ലഡ് വെസൽസും കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെസ്റ്റാണ് കാർഡിയോവാസ്കുലർ ഫംഗ്ഷൻ ടെസ്റ്റുകൾ എന്ന് പറയുന്നത്. ഹേർട്ട് ഡിസീസ് ഡിറ്റക്ട് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. സോ ഇതിനകത്ത് വരുന്ന കോമൺ ടെസ്റ്റുകൾ ഏതൊക്കെയാണ്? ECG നമുക്കറിയാം, ഇലക്ട്രോ കാർഡിയോഗ്രാം ആണ് ECG എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഇസ് ദ സ്ട്രെസ് ടെസ്റ്റ് ഉണ്ട്, എക്കോ ടെസ്റ്റ്, അതായത് ഇമേജിംഗ് ടെസ്റ്റ് ലൈക്ക് എക്കോ കാർഡിയോഗ്രാം, അതിനെയാണ് നമ്മൾ എക്കോ ടെസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ ആൻജിയോഗ്രാം. ഇതൊക്കെയാണ് കാർഡിയോവാസ്കുലർ ഫംഗ്ഷൻ ടെസ്റ്റിനകത്ത് വരുന്നത്. സോ കാർഡിയോവാസ്കുലർ ഫംഗ്ഷൻ ടെസ്റ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഹേർട്ടിന്റെയും റിതവും പമ്പിങ്ങും ബ്ലഡ് ഫ്ലോയും എല്ലാം ചെക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ടെസ്റ്റാണ് കാർഡിയോവാസ്കുലർ ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ദി എൻഡോക്രൈൻ ഫംഗ്ഷൻ ടെസ്റ്റ്. So these tests are used to assess the functioning of the endocrine system, which includes glands such as the thyroid, adrenal glands and pancreas. The test measures the level of hormones in the blood or urine that are produced by these glands. So endocrine test എന്ന് പറഞ്ഞാൽ എന്താണ്? മെയിൻലി എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡ്സിനെയാണ് നമ്മൾ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത്. അതിനകത്ത് ഏതൊക്കെ വരും? തൈറോയിഡ്, പാൻക്രിയാസ്, അഡ്രീനൽ ഗ്ലാൻഡ് ഒക്കെ വരും. സോ ഇത് ഹോർമോൺ ലെവൽസ് നോർമൽ ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ടാണ് നമ്മൾ എൻഡോക്രൈൻ ഫംഗ്ഷൻ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. സോ ഇതിനകത്ത് ബ്ലഡ് അല്ലെങ്കിൽ യൂറിനിൽ ഹോർമോൺ ലെവൽ മെഷർ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ എൻഡോക്രൈൻ ടെസ്റ്റ് ഹോർമോൺ ഇംബാലൻസ് കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ടെസ്റ്റാണ് എൻഡോക്രൈൻ ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ദി ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ഫംഗ്ഷൻ ടെസ്റ്റ്. So these tests are used to assess the functioning of the digestive system and to detect the gastrointestinal diseases such as ulcers, gastritis and inflammatory bowel disease, that is IBD. These tests include imaging tests such as endoscopies and colonoscopies as well as tests that measure the levels of enzymes and other substances in the blood. So ഇത് ഡൈജസ്റ്റീവ് സിസ്റ്റം അല്ലെങ്കിൽ അതായത് നമ്മുടെ സ്റ്റൊമക്, ഇൻറ്റസ്റ്റൈൻ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നു. സോ അൾസർ, ഗ്യാസ്ട്രൈറ്റിസ്, IBD പോലുള്ള ഡിസീസസ് ഡിറ്റക്ട് ചെയ്യാനും ഇത് സഹായിക്കും. പിന്നെ ഇതിനകത്ത് എൻഡോസ്കോപ്പി, കൊളോണോസ്കോപ്പി, എൻസൈം ടെസ്റ്റ് എല്ലാം ഇതിനകത്ത് നമ്മുടെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ഫംഗ്ഷൻ ടെസ്റ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്യും. സോ GI ഫംഗ്ഷൻ ടെസ്റ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഡൈജഷൻ കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനും സ്റ്റൊമക് അല്ലെങ്കിൽ ഇൻറ്റസ്റ്റൈൻ ഡിസീസസ് ഡിറ്റക്ട് ചെയ്യാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും. സോ ദീസ് ആർ ദി ഡിഫറെൻറ്റ് ഓർഗൻ ടെസ്റ്റ്. സോ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് ആണ്. സോ അതിനു മുന്നേ നമ്മൾ കിഡ്നി എന്താണ് നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് നോക്കാം. വാട്ട് ഈസ് കിഡ്നി? കിഡ്നീസ് ആർ ടു ബീൻ ഷേപ്ഡ് ഓർഗൻസ് located in the abdomen that are responsible for filtering waste and excess fluid from the blood and excreting it as urine. They also help regulate blood pressure, maintain electrolyte balance and produce hormones that help regulate red blood cell production and bone. So this is a kidney, ഒരു picture representation of kidney ആണ്. സോ കിഡ്നി എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ബീൻ ഷേപ്ഡ് ആയിട്ടുള്ള ഓർഗൻ ആണ്. ഇത് നമ്മുടെ അബ്ഡോമനിലാണ് നമ്മൾ കാണുന്നത്. സോ ഇവിടെ മെയിൻ ഫംഗ്ഷൻ എന്താണ്? ബ്ലഡ് ഫിൽട്ടർ ചെയ്യുക എന്നുള്ളതാണ് കിഡ്നിയുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ കിഡ്നി ബ്ലഡിൽ നിന്ന് എന്താണ് ചെയ്യുന്നത്? വേസ്റ്റ് പ്രൊഡക്ട്സ് അല്ലെങ്കിൽ എക്സ്ട്രാ ഫ്ലൂയിഡ്സ് ഒക്കെ എന്ത് ചെയ്യും? റിമൂവ് ചെയ്ത് യൂറിനായിട്ട് എക്സ്ക്രീറ്റ് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. സോ കിഡ്നീന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറെ ഫംഗ്ഷൻസ് എന്തൊക്കെയാ? ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും, ഇലക്ട്രോലൈറ്റ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യും, അല്ലെങ്കിൽ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും, അതായത് RBC പ്രൊഡക്ഷൻ റെഗുലേറ്റ് ചെയ്യാനായിട്ട് എരിത്രോപോയിറ്റിൻ പ്രൊഡ്യൂസ് ചെയ്യും. ദെൻ ബോൺ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും വൈറ്റമിൻ D ആക്ടിവേഷനും എന്ത് ചെയ്യും? കിഡ്നി ഹെൽപ്പ് ചെയ്യും.